ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പപ്പടത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഇവിടെ പാലക്കാട് ഇതിനെ ഇലവടകം എന്ന് പറയും. ഈ ഇലയിലാണ് അത് ഉണ്ടാക്കുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചരിയും 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, 1 നുള്ളു കായപ്പൊടി, പാകത്തിനുള്ള ഉപ്പാണ് ഇതിനാവശ്യം. അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി ഒരു 2 മണിക്കൂർ നല്ലപോലെ കുതിർത്ത് അത് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കണം. എന്നതിന് ശേഷം അത് ഈ ഇലയിലാണ് നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ പോണത്. ആ ഇലയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആണ് നമുക്ക് ഈ ജീരകവും എള്ളും കായും ഇതിലിട്ട് നല്ലപോലെ ഇളക്കി ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് കിട്ടേണ്ടത്. എന്നതിന് ശേഷം അപ്പോൾ ഈ ഇലയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. ഈ ഇലയുടെ പേര് ഇവിടെ പറയുന്നത് പ്ലാച്ചിൻ്റെ ഇല എന്നാട്ടോ പറയുക. എനിക്ക് വേറെ സ്ഥലങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാലക്കാട് പ്ലാച്ചിൻ്റെ ഇല എന്നാണ് ഈ ഇലയ്ക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മാവ് അരച്ച് വെച്ചത്. ഞാൻ പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മാവ് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പരിവാണ് വേണ്ടത്. ഈ ഒരു സ്പൂണാണ് ഒരു ഇലയ്ക്ക് ആവശ്യമുള്ളൂ മാവ്. അപ്പോൾ നമ്മൾ ആ ഇലയിലേക്ക് ഓരോ സ്പൂണായിട്ട് ആ കുഞ്ഞ് സ്പൂൺ 1 സ്പൂണാണ് ഒഴിച്ചാൽ മതി. നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. റൗണ്ട് ഷേപ്പിൽ നല്ല നൈസായി പരത്തണം. ആ നൈസായി എല്ലാവരും വിചാരിക്കുന്നത് എന്താ കൈ മാറിയിരിക്കണമെന്നല്ലേ. ഇത് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ആവില്ല പറഞ്ഞിട്ട് അമ്മയും കൂടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നേ. അപ്പോൾ അമ്മ അങ്ങനെ നമ്മൾ കുറേ പപ്പടം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 ഇലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ പരത്തി റൗണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്കത് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. ഇഡ്ഡലി പാത്രത്തിൽ അങ്ങനെ ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ഇലയിലും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ആവി കയറ്റാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിക്ക് വെള്ളം വെക്കൂല, അത്ര വെള്ളം വെച്ചിട്ട് ഓരോ തട്ട് വെച്ചിട്ട് 2 3 ഇല വെച്ചിട്ട് ഈ മാവിൻ്റെ മേലേക്ക് ഇല മുട്ടാത്ത രീതിക്ക് ഇല വെക്കുക. എന്നതിന് ശേഷം അതിന് ഒരു 2 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. 2 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പോൾ നമ്മളിത് 2 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 മിനിറ്റ് ആവി കയറ്റേണ്ട അതേ വേണ്ടൂ, അത്രേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടും, നൈസായി പരത്തിയതുകൊണ്ട്. അപ്പോൾ ആവി കയറ്റി എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ പൊള്ളാതെ നോക്കണം. നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിന് എടുക്കുമ്പോൾ സൂക്ഷിക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമുക്കത് ഇലയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇലയിൽ നിന്ന് എടുത്തിട്ട് നമുക്കത് ഉണങ്ങാനായിട്ട് ഇപ്പം ഞങ്ങൾ വെക്കുന്നത് മുറം എന്നാണ് ഇവിടെ പറയുക. അരിയൊക്കെ നമ്മൾ പാറ്റിയെടുക്കുന്ന ഒരു സംഭവമില്ലേ, അത് ആ മുറത്തിലോ ഒരു കവറിലോ അല്ലെങ്കിൽ തുണി കോട്ടൺ തുണിയിലോ എന്തിലെങ്കിലും അതിനെ ഉണക്കാൻ വയ്ക്കാം. ഉണക്ക നല്ല വെയിലുള്ള ഒരു 2 മണിക്കൂറൊക്കെ ഉണങ്ങി. ഇപ്പോഴത്തെ നല്ല ചൂടായതുകൊണ്ട് 2 മണിക്കൂറൊക്കെ മതി. അല്ലെങ്കിൽ കുറച്ച് 2 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം അത് ഇരുന്ന് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഇട്ട 1 ഗ്ലാസ് അരിക്ക് ഒരു 30 പപ്പടത്തോളം കിട്ടും കേട്ടോ, അരച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത പപ്പടമാണ് ഇത്. നല്ല മൊരിഞ്ഞിട്ടാട്ടോ ഇരിക്കുന്നത്. നല്ല വെയിൽ, പാലക്കാട് ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല ഒരൊറ്റ ദിവസം ഒരു 2 3 മണിക്കൂർ വെയിൽ കിട്ടിയാൽ തന്നെ ഇങ്ങനത്തെ പരിവായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താലോ. പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്താലോ. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചായ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയോ ചായക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല മുരിഞ്ഞിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ.